എവിടെയാണ് നിന്റെ കൂട്ടുകാരി? എവിടെ? ഇല്ല, ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാ. എന്റെ സാമ്രാജ്യത്തിൽ വന്ന് എന്നെ തന്നെ കബളിപ്പിക്കാൻ നോക്കുന്നു. ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. ഏയ്, എവിടെ നിന്റെ കൂട്ടുകാരി? ഇല്ല, ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാ. പിന്നെ ഈ നുണ. എവിടെയാണ് ശിവാനി? പറയൂ. എന്റെ വഴിമുടക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. എന്റെ പ്രാണൻ എടുത്താലും വേണ്ടില്ല. എന്തു വന്നാലും ഞാൻ ശിവാനിയെ പറ്റി പറയില്ല. 14 വർഷം ഭൂമിയിൽ ജീവിച്ചിട്ടും നിങ്ങൾക്ക് ഇതുവരെ ബുദ്ധി വന്നില്ല അല്ലേ? അത്രയും വർഷം ജീവിച്ചത് ഞങ്ങൾ തന്ന ഭിക്ഷയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ വേരോടെ ഇല്ലാതാക്കും. എന്നെ കൊന്നു കളഞ്ഞാലും വേണ്ടില്ല. ശിവാനി എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരില്ല. ശിവാനി, നീയോ? ആ മാന്ത്രികന്റെ കയ്യിൽപ്പെട്ട് ഞാൻ മരിച്ചു പോവൂന്ന് കരുതിയതാ. നിനക്ക് സംശയമൊന്നും തോന്നിയില്ലല്ലോ അല്ലേ? നിനക്കൊരു സംശയവും തോന്നിയില്ല എന്നാണെങ്കിൽ ആ രൂപമാറ്റം വിജയിച്ചെന്നല്ലേ അർത്ഥം? എന്റെ രൂപമാറ്റം ശരിയാകുമെന്ന് എനിക്ക് ഉറപ്പിക്കണമായിരുന്നു. അതിനാ അങ്ങനെ ചെയ്തത്. ശരി, നീ ഒരു കാര്യം ചെയ്. ആ ത്രയംബകന്റെ ശിഷ്യനായി രൂപം മാറി ആ സാംബശിവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ശരി ശിവാനി. നമസ്കാരം സ്വാമി. വരൂ, ഗുരുക്കൾ കാത്തിരിക്കുന്നുണ്ട്. എന്തോ എനിക്കിവിടെ എത്തിയപ്പോ വഴി മനസ്സിലായില്ല. അതാ ഇവിടെ തന്നെ നിന്നേ. വരൂ, നമുക്ക് പോവാം. ഇവിടെയും കാണുന്നില്ല. നമ്മളെ കണ്ടപ്പോ അവൻ മാറിക്കളഞ്ഞായിരിക്കും. കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. വാ. ഞാനിനി കാത്തിരിക്കില്ല. അവന് സമയത്തിന്റെ വില അറിയില്ല. സമയത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത അവന്റെ മുന്നോട്ടുള്ള ഉത്തരവാദിത്വം എന്തായിരിക്കും? ഗുരുക്കളെ, ഗുരുക്കളെന്താ ഇപ്പൊ ഇവിടെ? നിങ്ങളോ? നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞാൻ സാംബശിവനെ നോക്കി വന്നതാ. അവനെ ഇവിടെ തേടി വരുവാനുള്ള കാരണം എന്താണ്? ഗുരുക്കളെ, അത് അപ്പോൾ സാംബശിവൻ ഇവിടേക്ക് വന്ന കാര്യം ഇവൻ അറിഞ്ഞിരിക്കുന്നു. പുറത്തു മറ്റാർക്കും അറിയാത്ത ഈ സത്യം ഗുരു കാട്ടിൽ കയറിയപ്പോൾ വഴി ഏതാണെന്ന് മനസ്സിലായില്ല. അതാണ് എത്താൻ വൈകിയത്. ഗുരു എന്നോട് ക്ഷമിക്കണം. പോട്ടെ, ശരിയായ നേരത്ത് തന്നെയാ വന്നത്. ഗുരുക്കളെ, ഇന്ന് നാഗമാണിക്യം പൂജ ചെയ്ത് തന്നെ ഏൽപ്പിക്കാമെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. അങ്ങയുടെ വാക്കിന് ഞാൻ മാനിക്കുന്നു. അതിന്ന് തന്നെ എന്റെ കയ്യിൽ തരില്ലേ? അതിനുവേണ്ടിയാ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞാൻ വന്നത്. പൂജയും ചെയ്യാം, നാഗമാണിക്യവും തരാം. അതെ ഗുരുക്കളെ, അതെന്തോ അങ്ങയുടെ ശക്തിയെല്ലാം എനിക്ക് തരുമെന്നല്ല അങ്ങനോട് പറഞ്ഞിരുന്നത്. എന്താ വിശ്വാസമില്ലേ? എന്റെ വാക്കിനെന്താ വിലയില്ലെന്ന് കരുതിയോ? എനിക്കെന്താ ഓർമ്മയില്ലേ? അങ്ങനെയല്ല ഗുരുക്കളെ, ഞാനത് ചുമ്മാ ഓർമ്മിപ്പിച്ചതാ. എനിക്കെല്ലാം ഓർമ്മയുണ്ട് സാംബശിവ. അതുപോട്ടെ, നിന്റെ പുറകിലായി ആരെങ്കിലും ഉണ്ടായിരുന്നോ? ശരിക്കും ശ്രദ്ധിച്ചതല്ലേ? ഇല്ല ഗുരുക്കളെ, ഞാൻ നോക്കി തന്നെയാ വന്നത്. എന്റെ പിറയിൽ ആരും ഉണ്ടായിരുന്നില്ല. ശരി, ഉത്തമം. ഇന്ന് നാഗമാണിക്യം നിന്റെ കയ്യിലെത്തിച്ചേരും. 23 വർഷങ്ങൾക്ക് മുൻപ് നാഗമാണിക്യം പിടിച്ചെടുത്തപ്പോൾ സംഭവിച്ചതെല്ലാം ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഇങ്ങനെയൊന്ന് പയറ്റി നോക്കിയാ അവൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ പേരുകൾ പറയും. അയ്യോ, എന്താ ഗുരുക്കൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങേക്ക് അറിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്.
നിനക്കെല്ലാം ഓർമ്മയുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓർമ്മയുണ്ട് ഗുരു. അങ്ങ് പറഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങളുള്ളത് കൊണ്ടല്ലേ അതെല്ലാം സാധ്യമായത്. അതെ, എന്നാലും ആ ദിവസം വളരെ കഷ്ടത നിറഞ്ഞതും ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും ഗുരുക്കളെ. അന്ന് എന്റെ എല്ലാ സുഹൃത്തുക്കളും അങ്ങയുടെ കൂടെ വന്നതല്ലേ. അങ്ങ് തന്നെയല്ലേ ഞങ്ങൾക്ക് ധൈര്യം പകർന്ന് ആശീർവാദം നൽകി പറഞ്ഞയച്ചത്. ഗുരുക്കളെ, അങ്ങില്ലാതെ പോയിരുന്നെങ്കിൽ അന്ന് അങ്ങനെ ഒരു കാര്യം നടക്കുകയില്ലായിരുന്നു. എന്നാലും നിങ്ങൾക്ക് അവിടെ വളരെ കഷ്ടതകൾ നേരിടേണ്ടി വന്നു. അയ്യോ, അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു ഗുരുക്കളെ. നാഗമാണിക്യം എളുപ്പത്തിൽ ഞങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷെ ഒരു പാമ്പനെ കണ്ടപ്പോൾ ഞങ്ങൾ അതിനോട് പോരാടിയില്ലേ. അയ്യോ, അതെല്ലാം ഭയങ്കരമായിരുന്നു. അതൊക്കെ ചെയ്ത് ഞങ്ങൾ തന്നെയാണെന്ന് എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗുരുക്കളെ. അതിനെല്ലാം നിങ്ങൾക്ക് എന്റെ സഹായമുണ്ടായിരുന്നില്ലേ? അതെ അതെ ഗുരുക്കളെ. ഇല്ലായിരുന്നെങ്കിൽ ആ വലിയ പാമ്പിനെ ഞങ്ങൾക്ക് കൊല്ലാൻ പറ്റുമായിരുന്നു. ഗുരുക്കളെ, ആ പാമ്പ് എത്ര വലുതായിരുന്നറിയോ? അതിന്റെ ഉശിരവും കോപവും രോഷവും ഒക്കെ കണ്ടപ്പോ അതവിടുത്തെ രാജാവായിരിക്കുമെന്ന് ഉറപ്പാ. എന്നാലും ഞങ്ങൾ അതിന് വിടുവോ? അതിന് കൊന്നു കളഞ്ഞു ഗുരു. ഗുരുക്കളെ, കേൾക്കുന്നുണ്ട്, പറ. ഗുരുക്കളെ, ഇന്നെന്തായാലും അങ്ങ് എനിക്ക് ആ നാഗമാണിക്യം തരുമല്ലോ. അതാ പഴയതെല്ലാം ഓർമ്മ വരുന്നത്. അന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഇപ്പോ എങ്ങനെയുണ്ട്? എവിടെയുണ്ട്? അയ്യോ, അതെല്ലാം അങ്ങേക്ക് അറിയുന്നല്ലോ ഗുരുക്കളെ. പിന്നെ ഞാൻ എന്തിനാ പറയുന്നേ? അല്ല, നിങ്ങളെല്ലാവരും പരസ്പരം ഇപ്പോഴും കാണുന്നുണ്ടാകുമല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. ആ, എല്ലാവരും അവരുടെ കാര്യങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഈ ജോലിക്ക് തയ്യാറാക്കിയവൻ ഇപ്പോൾ എവിടെയുണ്ട്? ഗുരു നല്ല കാര്യമാണ് ചോദിച്ചത്. അവന്റെ പേര് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. ഈ സുഖങ്ങളെല്ലാം തന്നെ അനുഭവിക്കുന്ന അവനാ. നമ്മുടെ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അവനാണ് കാരണം ഗുരുക്കളെ. ഇപ്പോഴും അതേ കാരണം കൊണ്ടാണ് അവനെ ഞാൻ തേടി വന്നത്. പ്രശ്നമോ? അതെന്താണ് ഇത്ര വലിയ പ്രശ്നം? അങ്ങാ നാഗമാണിക്യം സുരക്ഷിതമായി സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചില്ല. അങ്ങയുടെ വാക്ക് മാനിച്ചുകൊണ്ട് ഞാൻ ഇതുവരെ അതിനെ സൂക്ഷിച്ചിട്ടുമുണ്ട്. അവനാണെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം സാമ്രാട്ടിനെ അവൻ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും തെറ്റിക്കാൻ ശ്രമിച്ചു. അത് മാത്രമല്ല, നാഗമാണിക്യം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയപ്പോ ആ സാമ്രാട്ടിനെ കൊണ്ട് എന്നെ ഫോളോ ചെയ്യിപ്പിച്ച് അതിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനും ശ്രമിച്ചു ഈ സാംബശിവൻ. അങ്ങനെയോ? അതേ ഗുരുക്കളെ, അതേ കാരണം കൊണ്ടാണ് ഞാൻ ആ നാഗമാണിക്യം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത്. അതുമാത്രമല്ല, എന്റെ വീട്ടിലൊരു സ്പൈമൈക്ക് വെച്ച് അവൻ അവിടെ ഇരുന്ന് ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അമ്പടാ, ഈ ത്രയംബകനെ പോലും വിശ്വസിപ്പിക്കുന്ന നാടകമായിരുന്നു ആ സാംബശിവൻ ആടിയത്. അതെ ചേട്ടാ, എന്താ മോനെ? ഈ നീലിമലക്കാട് എന്ന് പറയുന്നത്? ഇതാ നീലിമലക്കാട്. ഓ അതെ, ഈ കാട്ടിലേക്ക് കയറാനുള്ള വഴി ഇത് തന്നെയാ കാട്ടിലേക്കുള്ള വഴി. ശരി ചേട്ടാ, താങ്ക്സ്. ഗുരുക്കളെ, ഇങ്ങനൊരു നല്ല സമയത്ത് എന്തിനാ അവനെ കുറിച്ച് സംസാരിക്കുന്നത്? എന്തോ പൂജ ചെയ്യാനുണ്ടെന്നല്ലേ പറഞ്ഞത്? വരൂ, നമുക്ക് പോവാം. വരൂ. പൂജയും ചെയ്യാം, നാഗമാണിക്യവും തരാം. പക്ഷേ നിന്റെ കൂട്ടുകാരെ കുറിച്ച് സംസാരിക്കാൻ നിനക്കെന്താണ് പ്രശ്നം? ഓ, ഒരു പ്രശ്നവുമില്ല ഗുരുക്കളെ. അവരെ കുറിച്ച് എന്നെക്കാളും നന്നായി അങ്ങേക്കറിയാവുന്നതല്ലേ. അവന്റെ പേര് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. അവനൊരു നെറിയില്ലാത്ത മനുഷ്യനാണ്. ഒരു ബുദ്ധിയുമില്ല, സ്വാർത്ഥനാണ്. അവന് സ്വയം നന്നാണോ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ.
ഇത്ര വർഷം സഹിച്ചു പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചു. ഇനി അത് സാധ്യമല്ല ഗുരുക്കളെ, സാധ്യമേ അല്ല. ഗുരുക്കളെ, ഞങ്ങളുടെ ആ ഒരു ടീമിൽ ഞാൻ മാത്രമാണ് മാന്യനായിട്ട് ജീവിക്കുന്നത്. എന്നോട് തന്നെ അവൻ അന്യായം ചെയ്യുന്നു. ആരാണവൻ? അവന്റെ പേര് പറ. അയ്യോ, പറയൂ, ആരാണെന്ന് പറ. അതെ ഗുരുക്കളെ, അവൻ ഗുരുക്കളെ പാമ്പ്. അയ്യോ, പാമ്പ് പാമ്പ് പാമ്പ്. സാംബശിവ, ഇതിനൊക്കെ തല്ലിക്കൊല്ലണം. കണ്ടില്ല ഗുരുക്കളെ ആ പാമ്പിന്റെ ഒരു അവസ്ഥ? അല്ല, അന്ന് നാഗലോകത്തെ പാമ്പിനെ കൊന്നവനാ ഞാൻ. ഇതൊക്കെ എനിക്ക് വല്ലതുമാണോ? ഇതുപോലെ എത്ര പാമ്പുകളെ കൊന്നവനാ ഞാന്. വരൂ ഗുരുക്കളെ, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. നീലി, നമ്മുടെ ഈ സ്ഥലത്തേക്ക് ആരെങ്കിലും ഇപ്പൊ വരുന്നുണ്ടോന്ന് നീ മാറി നിന്ന് നോക്കണം. അതെ, നാഗമാണിക്യത്തെ കുറിച്ചൊന്ന് പറയാനുണ്ട്. നാഗമാണിക്യം കൊണ്ടുവന്ന നേരത്ത് നിങ്ങളെ ആരും തന്നെ തടഞ്ഞില്ലേ? ഇല്ല ഗുരുക്കളെ, പിന്നെ ആരും തടുത്തിട്ടില്ല. ചിലർ ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷെ എല്ലാം അങ്ങയുടെ മന്ത്രശക്തി കാരണം മാത്രമാണ്. എന്ത് ചെയ്തിട്ട് ഇവൻ ആരുടെയും പേര് പറയുന്നില്ലല്ലോ. എന്താ ചെയ്യാ? ഗുരുക്കളെ, ഈയിടെയായിട്ട് സാംബശിവൻ എനിക്ക് ദ്രോഹം ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാനും അവനെ നന്നായി വിശ്വസിച്ചിരുന്നു. ഞാനൊരിക്കലും എന്റെ കൂട്ടുകാരെ വഞ്ചിച്ചിട്ടില്ല, ഇനി ഒരിക്കലും വഞ്ചിക്കുകയില്ല. കഷ്ടകാല സമയത്ത് കൂടെ ഉണ്ടായിരുന്നവരാണവർ. പിന്നെ ഞാൻ അവരെ ഉപേക്ഷിക്കും തോന്നുന്നുണ്ടോ? എന്നാലും എന്നെ ആരും വിശ്വസിക്കുന്നേയില്ല. അവർക്കെല്ലാവർക്കും എന്നിൽ വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണം സാംബശിവനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഇപ്പൊ പറയാ, അവൻ കാരണം എന്തൊക്കെയോ സംഭവിച്ചു. ഇപ്പോ ഞാൻ ഇങ്ങോട്ട് വരാനും അവൻ തന്നെയാണ് കാരണം. അവൻ നിന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, എന്നോടും കൂടെയാ. എന്നോട് നുണകൾ പറഞ്ഞ് കെട്ടുകഥകൾ ഉണ്ടാക്കിയവനാണവൻ. എന്താണ് ഈ പറയുന്നത് ഗുരുക്കളെ? അതെ ദിഗ്വിജയ, അവൻ എന്നെ കാണാനും വന്നിരുന്നു. നിന്നെക്കുറിച്ച് വല്ലാതെ മോശമായിട്ട് സംസാരിച്ചു. അവൻ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാതെയാണ് സംസാരിച്ചത്. ഞാൻ ആദ്യം അവൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ നാഗമാണിക്യം ആ ഗുഹയിലില്ലെന്ന സത്യം മനസ്സിലാക്കിയപ്പോൾ എനിക്കവനെ വിശ്വസിക്കേണ്ടി വന്നു. നിന്നോട് എനിക്ക് ദേഷ്യവുമായി. ഓഹോ, ഇത്രയും കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു അല്ലേ? അതെ, നീ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് അവൻ പറഞ്ഞതെല്ലാം നുണയായിരുന്നുവെന്ന് മനസ്സിലായത്. എനിക്ക് അവന്റെ മേൽ ആദ്യമേ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്. അങ്ങാണോ വരാൻ പറഞ്ഞത്? അതെ. അപ്പോ അവൻ ഇപ്പോഴും അങ്ങയുടെ അടുത്ത് എത്തിയില്ലേ? അവന്റെ കാർ അവിടെ കിടക്കുന്ന കണ്ടു. എവിടെ പോയി കാണും അവൻ? അങ്ങനെയാണെങ്കിൽ അവൻ എവിടെ പോയി? എവിടെയെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കണം. എങ്ങനെ? ഇന്നലെ അവൻ എന്നെ കാണാൻ വന്നപ്പോൾ പാമ്പ് വന്ന ലക്ഷണമുണ്ടായിരുന്നു. എനിക്കെന്തോ ഒരു അപകട സൂചന പോലെ. ഗുരുക്കളെ, എന്റെ മേൽ ഇത്ര വിശ്വാസം തോന്നിയതിന് വളരെ നന്ദി. നാഗമാണിക്യം തരാൻ എന്നെ തന്നെ തിരഞ്ഞെടുത്തു എന്ന് ഓർത്തപ്പോ അയ്യോ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. നിന്റെ ആത്മാർത്ഥത എനിക്കിഷ്ടമായി. പോട്ടെ, നിന്റെ കൂട്ടുകാരൊക്കെ എവിടെ? അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? അയ്യോ, അത് വിടു ഗുരുക്കളെ. അവനാണെങ്കിൽ അവനല്ലാതെ മറ്റാരും മനുഷ്യരില്ലെന്ന് വിചാരിച്ചാ നടക്കുന്നത്.
ഇത്രയും ദിവസം അങ്ങയുടെ രക്ഷയുണ്ടായിരുന്നു. അതാ അത്ര അഹങ്കാരത്തോടു കൂടി നടന്നിരുന്നത്. ഇനി നമുക്ക് കാണിച്ചു കൊടുക്കാം. എന്തെങ്കിലും ചെയ്ത് അയാളുടെ പേര് മനസ്സിലാക്കണം. അതെ, ഇപ്പോൾ അവൻ എവിടെയാണുള്ളത്? അയ്യോ, വേറെ എവിടെ പോകാനാ? വീട്ടിലിരിക്കുന്നുണ്ടാവും. കുറെ പൈസ ഉണ്ടല്ലോ, എത്ര എടുത്താലും തീരില്ല. എനിക്കെന്തോ അവന്റെ നിഴല് കണ്ട കലിയ. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രം മതി എനിക്ക്. അവനെ ഞാൻ നോക്കിക്കോളാം. വീട് എവിടെയാ അവന്റെ? അതായത് അവന്റെ വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നില്ലേ എന്ന്? അയ്യോ, അവന്റെ കൂടെ അവന്റെ വീട്ടുകാരും ഉണ്ടാവും. ഗുരുക്കളെ, അങ്ങയ്ക്ക് തന്നെ അറിയില്ലേ പൈസ ഉണ്ടെങ്കിൽ ആളുകൾ ഉണ്ടാവുമെന്ന്. അവൻ എങ്ങനെയാണോ അതുപോലെ തന്നെ അവന്റെ ഭാര്യ. എന്ത് ചെയ്തിട്ട് ഇവൻ പേര് പറയുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും ഗുരുക്കളെ? അവനെ അന്വേഷിക്ക്. എവിടെയാണെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ അവനോട് സംസാരിച്ചോളാം. എനിക്ക് ദ്രോഹം ചെയ്യാനുള്ള ചങ്കൂറ്റം അവനുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം. അവൻ എന്ത് ശിക്ഷ കൊടുക്കണം ഞാൻ? നോക്കൂ ഗുരുക്കളെ, അവനെപ്പറ്റി പറഞ്ഞപ്പോഴേക്കും ദാ വിളിക്കുന്നു. ഞാനിപ്പോ ഇവനോട് സംസാരിക്കണോ? അല്ല ഗുരുക്കളെ, അങ്ങയെപ്പോലുള്ളവരടുത്ത് നിൽക്കുമ്പോ ഇതുപോലുള്ള നീചന്മാരോട് ഞാൻ സംസാരിക്കണം? അതിന്റെ ആവശ്യമില്ല. ഫോൺ കട്ട് ചെയ്തല്ലോ ഗുരുക്കളെ. വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, നോക്ക്, ശല്യം വീണ്ടും വിളിക്കുന്നു. ഇവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു 100 പ്രാവശ്യം വിളിക്കും. ഞാൻ വിളിച്ചാലോട്ട് എടുക്കുകയില്ല. എന്താ കാര്യം എന്ന് ചോദിക്കാൻ ഗുരുക്കളെ. ഹലോ, ഇപ്പോഴെങ്കിലും അവൻ ആരുടെയെങ്കിലും പേര് പറയുന്നൊന്ന് നോക്കണം. ഹലോ സാമ്പ, നീ ഇതെവിടെയാ? എന്താ നീ ഫോൺ കട്ട് ചെയ്തേ? ഞാനിവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. എന്താ കാര്യം? ഹോസ്പിറ്റലും ഇല്ല, ഒരിടത്തുമില്ല. നീ നീലിമല ഫോറസ്റ്റിലല്ലേ ഉള്ളത്? അത് പിന്നെ എടാ, ഞാനും നന്ദീശനും ഗുരുക്കളുടെ കൂടെയുണ്ട്. നിന്റെ കള്ളക്കളി എന്റെ അടുത്ത് വേണ്ട. നീ ഒന്ന് ചുമ്മാതിരിടാ. ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? നീ ഗുരുവിന്റെ ഒപ്പം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. കണ്ടില്ലേ ഗുരുക്കളെ, അങ്ങ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അവൻ അഹങ്കാരത്തിൽ ഫോൺ കട്ട് ചെയ്തു. മുതലാളി, അങ്ങോട്ടൊരു വീഡിയോ കോൾ വിളിക്കുന്നേ. എന്താ ഇത്, വീഡിയോ കോൾ വരെ ചെയ്യുന്നുണ്ടല്ലോ? ഡാ സാമ്പാ, എന്താ കാര്യം? നിനക്ക് ഞാൻ പറഞ്ഞ വാക്കുകൾ വിശ്വാസമില്ലല്ലോ. ഇതാ കണ്ടോ.